നിങ്ങളുടെ ലവ് എത്ര വർഷം? ഇപ്പൊ ഞങ്ങള് ഇപ്പോ 8-9 വർഷത്തോളായി. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് അനാവശ്യ ചോദ്യമല്ല. മാരേജ് മുമ്പ് അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? അത് എങ്ങനെ നടന്നത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ഇത് എപ്പോഴാണ് ഈ മാരേജ് ആയത്? എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. എത്ര വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 years മുമ്പായിട്ട്. നിങ്ങളുടെ ലവ് എത്ര വർഷം? ഇപ്പൊ ഞങ്ങള് ഇപ്പോ 8-9 വർഷത്തോളായി. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ നിനക്കും ആശയുമായിട്ട് ലവ് ഉണ്ടെന്ന്? It was at this moment that he knew he fucked up. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഡീസന്റ് ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാവൂ. ഞങ്ങൾ അപ്പൊ ആശി എന്താ പറഞ്ഞത്? ആ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. മുമ്പ് തൊട്ടേ റിലേഷൻഷിപ്പ് ഉണ്ട്. 7-9 വർഷമായിട്ട് ഈ ആശയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ഗ്യാപ്പ്, ഇത്ര ഡിവോഴ്സ്. ഇതിന്റെ കാൽക്കുലേഷനൊക്കെ എങ്ങനെ റെഡി ആവുന്നത്? അപ്പൊ നീ അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചത്? നീ ഇങ്ങനെയുള്ള പൊലാടി മക്കളെ കൊണ്ട് ജാസി നടക്കരുത്. എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് എനിക്കായിരിക്കും പറ്റും, നാളെ വേറൊരുത്തൻ ഈ കാര്യം പറ്റും. തട്ടിമാറ്റി കൈക്ക് തട്ടിമാറ്റി അപ്പനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇവൻ ഒത്തിരി നേരം കൊണ്ട് പിടുത്തവൻ ഇവിടേക്കൊക്കെ ഇരുന്ന് പിടിക്കുന്നുണ്ട്. ഞാൻ അപ്പനെ കൈക്ക് തട്ടി മാറ്റുന്നുണ്ട്. ആണ് പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചെറ്റ പട്ടി നാറി ചേറ്റ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും ലാംഗ്വേജ് വെച്ചാൽ അട്ടർ ലാംഗ്വേജ്, തേർഡ് റേറ്റ് ആളുകളുടെ നിങ്ങളെ ഫിബ്രോണ്ടോ നിങ്ങളെ കുഞ്ചോണ്ട് തന്നെയാണോ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾക്ക് ഇങ്ങനെ ധരിക്കേണ്ടി വന്നത് മനസ്സിലായ? നീ നല്ലൊരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക്. മരിച്ചു പോകേണ്ട തടിയല്ലേ നിങ്ങളത് അല്ലേ? ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇതാണും പെണ്ണും കെട്ടാനല്ലേ. തൈപ്പൂയം വന്നില്ലേ വാദ്യാരേ വരൂ ജിണക്ക് ജിണക്ക് അമ്മാടിയേ അടപ്പൂക്കാവടി. ജാസി ഇപ്പം ആകാശത്തുനിന്ന് ബഹിരാകാശത്തെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാസി മാത്രമല്ല, ജാസിയുടെ കൂടെ ഉള്ളവരും അതേ പാത പിന്തുടർന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഹെലനോസ് പാർട്ട എന്തായാലും ജാസിക്ക് ഒരു വ്യക്തമായൊരു റിപ്ലൈ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഹെലൻ പറഞ്ഞ റിപ്ലൈക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇതിനകത്ത് കുറച്ചധികം തെളിവുകൾ നിരത്തി തന്നെ സംസാരിക്കണം. ഇവൻ ഈ സംസാരിക്കുന്ന കൂട്ടത്തില് ഇവൻ പറയുന്ന ഡയലോഗ് ഉണ്ടോ, വീട്ടുകാർ എന്റെ ഉമ്മയ്ക്ക് വിഷമമായി, ഉമ്മ ഇവന് മാത്രമല്ലേ ഉള്ളൂ, ഇവൻ വേറൊരു ഉമ്മയെ പറഞ്ഞതൊക്കെ കേൾക്കണോ? എല്ലാം ഞാൻ ഈ വീഡിയോ കേൾപ്പിച്ചു തരാം. വിത്ത് വോയിസ് ക്ലിപ്പ് ആയിരിക്കും ഞാൻ ഈ വീഡിയോക്കകത്ത് വെക്കാനായിട്ട് പോകുന്നത്. പിന്നെ പ്രൂഫ് സഹിതം തന്നെ എന്തായാലും ഈ സംഭവങ്ങളെല്ലാം ഞാനത് കാണിക്കത്തതേ ഉള്ളൂ. പിന്നെ കൂടെ നടക്കുന്നവൻ ട്രെയിനിനകത്ത് ഇന്നലെ കാണിച്ചു കൂട്ടിയ പരിപാടികളൊക്കെ അതിൻ്റെ ഒരു റിവ്യൂ തന്നെ, അതായത് അവനെ കയറി പിടിച്ച ഭാഗം ഉൾപ്പെടെ അതിൻ്റെ റിവ്യൂ തന്നെ അവൻ വന്ന് ഇൻസ്റ്റഗ്രാം ഒരു റീല് സഹിതം വന്നങ്ങ് ഇട്ടുപോയി. എന്തായാലും കൂടെ നടക്കുന്നവരൊക്കെ വളരെയധികം കലാശേഷിയും കാര്യക്ഷമതയും കൂടിയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് ജാസിക്ക് ഇനി ബഹിരാകാശത്ത് നിന്നും അതിൻ്റെ മുകളിലേക്ക് വേറെ ഏതെങ്കിലും ഒരു ജനവാസമുള്ള ഏതെങ്കിലും ഒരു ഗ്രഹം കണ്ടുപിടിക്കുകയാണെങ്കിൽ നിനക്ക് അങ്ങോട്ടേക്ക് ചേക്കേറാം. ആ ഏരിയയിലേക്കാണ് ഇപ്പം നിലവിൽ ജാസിയുടെ പോക്കും ജാസിയുടെ കൂടെ ഉള്ളവരുടെ പോക്കും. എനിക്ക് തോന്നുന്നു കുന്തത്തിലാണെന്ന് തോന്നുന്നു ഇവർ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണം വന്നു, ആ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി കൂടെ വന്നവരെല്ലാം എനിക്കറിയാൻ പോയി എന്തുവാ സംഭവിക്കുന്നതെന്ന്. ബഹിരാകാശത്ത് നിന്നും വേറെ ഏതോ ലോകത്തേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇവരുടെ തലൈവ ബിഗ് ബോസിലേക്ക് പോയിട്ട് ബിഗ് ബോസിൽ നിന്നും അത്രയും അധികം ജനപിന്തുണയായിട്ട് പുറത്തേക്ക് വന്ന തലൈവയുടെ ഒരു വീഡിയോ കാണാം. എന്നിട്ട് തലൈവയുടെ ആ കൾച്ചർ, തലൈവയുടെ ആ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെയാണ് പിടിച്ചു കയറിയെന്നുള്ളൊരു മനസ്സ് അത് ഞാൻ കാണിച്ചു തരാം ആദ്യം. എന്നിട്ട് ഈ പറഞ്ഞ ഓരോന്ന് 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല കടുപ്പുണ്ട്, മാറണം. അതായത് ഈ പറയുന്നത് കൂടെ നിൽക്കുന്ന ആർക്കും, നിനക്ക് ഉൾപ്പെടെ ആർക്കും കഴപ്പില്ലാന്നായിരിക്കും, കഴപ്പ് കാണത്തില്ലായിരിക്കും. പോട്ടെ, ഒരു ലാംഗ്വേജ് വെച്ചാൽ അട്ടർ ലാംഗ്വേജ്, തേർഡ് റേറ്റ് ആളുകളുടെ വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാർ കാണൂല്ലേ, അവന്റെ അമ്മ അച്ഛൻ കാണൂല്ലേ, അവന്റെ ഭാര്യ കുട്ടികൾ ആരോ കാണൂല്ലേ? കാണും. പിന്നെ ഈ സംഭവം ഇപ്പൊ പറഞ്ഞത് യൂട്യൂബിനകത്ത് ഹെലനോസ് പാർട്ട ഇട്ട കാര്യത്തെ കുറിച്ചാണ്. ഇത്രയും വലിയ വിവരിച്ചു കഴിഞ്ഞ് തേർഡ് റേറ്റ് വീട്ടുകാർ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആസാം സ്വദേശി കിടന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഏഷ്യാനെറ്റിനകത്ത് ഒരു ഷോയ്ക്കകത്ത് പോയിട്ടുണ്ടായിരുന്നു, ഒരു റിയാലിറ്റി ഷോയിൽ. ആ ഷോയിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ കാണുന്നില്ലേ, വീട്ടുകാർ കാണുന്നില്ലേ? അത് കാണുക മാത്രമല്ല, വോട്ടും വരെ കൊടുക്കണം. ഇത് മറ്റേത് കണ്ടാൽ മാത്രം മതിയല്ലോ. വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് നീ കാണിച്ചു കൂട്ടിയ കോലാപ്പലം തെമ്മാടിത്തരം എന്തൊക്കെയാ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. ഇതത് കിട്ടുന്ന അതുക്കും മേലെ കിട്ടും. എന്റെ ഈ മനസ്സിലെ ഇവളുടെ സൗണ്ട് പോണം, ഇവളുടെ തൊണ്ട പോണം, ആ വോയിസ് ഉണ്ടാവില്ല ലൈഫില്. ഐ വിൽ നോട്ട് ലീവ് ഹർ. യു പീപ്പിൾ വിൽ സീ മൈ ദാറ്റ് എക്സ്ട്രീം ലെവൽ. I'll finish her life.
ഇവളുടെ ജീവിതത്തിലെ കറയനല്ലാടുക്കും മേലെ വേണം എനിക്ക്. എന്റെ എല്ലാവരുടെ മുന്നേ മന്ദിത്തെ ആ ആറ്റിറ്റ്യൂഡ് എന്റെ കാലിന്റെ താഴെ വന്നിട്ട് മാത്രം ഞാൻ ഭക്ഷണത്തിന്റെ കൈ വളരുന്നു. സത്യം പറഞ്ഞു ചേച്ചി, ഇവിടെയാണ് എനിക്ക് റോൾ റെഗുലേഷൻ അല്ലേ പാവാട്ടിമുണ്ടോ, പോട്ടൊക്കെ പോയിട്ട് ഇല്ലല്ലോ. മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീഴും നോക്കിക്കോ ചേച്ചി. ജീവിതം പോലെ ഞാൻ നശിപ്പിച്ച് കളയും ഈ ജാൻമണി ദാസ്. ജീവിതം പോലെ നശിപ്പിച്ച് കളയും ഈ ജന്മണി ദാസ്. അങ്ങനെ മണ്ണിയാണെന്ന് സ്വന്തമായിട്ട് അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തേർഡ് റേറ്റ് അല്ല, ജനങ്ങൾ കാണുന്നതല്ല, കുടുംബം കാണുന്നതല്ല, വീട്ടുകാർ കാണുന്നതല്ല, അച്ഛൻ കാണുന്നതല്ല, അമ്മ കാണുന്നതല്ല. നാണമില്ലാതെ ചുമ്മാ കിടന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേന് നേരത്തെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു ബോധമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അലപലാതിത്തരം വീണ്ടും വീണ്ടും കിടന്ന് വാഗോരാതെ കിടന്ന് സംസാരിക്കത്തില്ല. എന്തായാലും ജാസിക്ക് എതിരെ അല്ലെങ്കിൽ ജാസി കൊടുത്തൊരു വീഡിയോയ്ക്ക് എതിരെ ഒരു റിപ്ലൈ ഈ പറയുന്ന ഹെലൻ ഇട്ടിട്ടുണ്ട്. ആ റിപ്ലൈ ജസ്റ്റ് ഒന്ന് കാണാം. അതിനുശേഷം ഈ ഉമ്മയെക്കുറിച്ച് പറയില്ല, അത് ഈ റിപ്ലൈയുടെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. അതിനകത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്തുള്ളൂ ഈ ജാസി ആഷിയുടെ ഉമ്മയെ വിളിച്ച് വാട്സപ്പ് ത്രൂവിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം. ഇവരിപ്പോൾ ഭയങ്കര ഉമ്മ സ്നേഹം, വാപ്പ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ചെയ്തു കൂട്ടിയതും ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനപ്പുറം തോന്നിവാസവും തെമ്മാടിത്തരം മാത്രമാണ്. പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചെറ്റപ്പട്ടി നാറി ചേറ്റ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും, പിന്നെ മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക് ആ സർജറി കാണണം. ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞു. ഏരപ്പേ, നിന്നോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? നീ എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണോ? അപ്പൊ ഞാൻ നിന്നോട് കാണണം എന്ന് പറഞ്ഞോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് ഒറ്റ തന്തയുള്ളൂ, കെ രാജേഷ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാ എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോ എന്ന് എനിക്ക് സർജറി ചെയ്ത് എനിക്ക് അറിയില്ല, എനിക്കൊന്ന് കാണണം, ഞാൻ പറയില്ല ഒരിക്കലും. ഈ മോതിരി തോന്നിയ എന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഈ കാണുന്ന ഓൺലൈൻ മീഡിയാസിലുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലാത്തവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ല പിന്നെ ഞാനിങ്ങനെ എന്റെ മോണിറ്റൈസേഷൻ ചിന്നു, മോണിറ്റൈസേഷൻ, കാസ്, പണം, ദുഡ്, മണി ഞാൻ പറഞ്ഞ ശരി ഇടയ്ക്ക് എനിക്കും ഇതുപോലുള്ള വീഡിയോ ചെയ്യാറാകുമ്പോൾ ഇങ്ങനെ എന്റെ കൈവിട്ട് ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് എനിക്ക് ആലോചിക്കും, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്, മോണിറ്റൈസേഷൻ ഉള്ളതാണ്, റവന്യൂ കിട്ടാനുള്ളതാണ്, കൈവിട്ട് പോവല്ലേ, വീണ്ടും ഇത് റീ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കല്ലേ. ഞാനും കൂടുതൽ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഒറ്റ ടേക്കിൽ എടുത്ത് അവസാനിപ്പിക്കത്തുള്ളൂ. രണ്ടാമത് പിന്നെ കട്ട് ചെയ്ത് റീ എഡിറ്റ് ചെയ്ത് സമയം കളയാനുള്ളത് ഞാനും സത്യം പറഞ്ഞാൽ നോക്കത്തില്ല, മടിയായതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഈ രീതിയിലുള്ള കൺട്രോൾ എനിക്കും ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഇത് കാണുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് കണക്ട് ആവുന്നുണ്ട്, ആ ഒരു ഫ്രസ്ട്രേഷൻ എത്രത്തോളം വരുന്നുള്ളത്. എന്നെ വിശ്വസിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവരെന്നോട് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ച് കാണിച്ചതൊന്നുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. വീഡിയോ ഓണാക്കും മോളെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പിന്നെ ദാ ഇത് കാണൂ എന്നുള്ളത്. അല്ലാണ്ട് എന്നോട് ഞാൻ സർജറി കഴിഞ്ഞു മോളിതൊന്ന് അങ്ങനെയൊന്നും വീഡിയോ ഓണാക്കും മോളെ എന്നിട്ട് ദേ ഇത് കാണൂ. അടുത്ത ഓച്ചിറക്കളി സമയത്ത് അവിടെ സർക്കസ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, നിനക്ക് അവിടെ പോവാം, ഇല്ലെങ്കിൽ കൊല്ലത്ത് വരാം, ആശ്രാമ മൈതാനത്ത് കാണും സർക്കസ്, ജംബോ സർക്കസ് വരുമ്പോൾ അവരുടെ കൂടെ പോവാം. ഉദിച്ച 2 ചന്ദ്രനെ കാണിക്കാനായിട്ട് നിനക്ക് നല്ലൊരു അവസരം, അവിടെ ടിക്കറ്റ് എടുത്ത് കാണിച്ചു തരാം. അല്ലാതെ ഈ ഓരോരുത്തരെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണുമോളെ വീഡിയോ കോൾ ഓൺ ചെയ്യുമ്പോളെ മോള് വീഡിയോ കോൾ ഓൺ ചെയ്യണ്ട, ഞാൻ മാത്രം ഓൺ ചെയ്താൽ മതി. നീ അങ്ങനെ തുറന്ന് കാണിക്കാൻ അത്രയും താല്പര്യകക്ഷിയാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ടിൻഡർ പോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ ഇത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കുറച്ച് ദുഡുകൾ ലഭിക്കും. അപ്പൊ മറ്റേ കാസ് പണോ ദുഡ് മണ്ണി കാസ് പണോ ദുഡ് മണ്ണി ആ പരിപാടി ചിലപ്പോൾ അവിടെ നടക്കും. അല്ലാതെ ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഉറങ്ങി കിടക്കുമ്പോഴത്തേന് ഇതാ കണ്ടോ ഉദിച്ച 2 സൂര്യനെ കണ്ടോ എന്ന് കാണിച്ചു കൊടുക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയൊന്നുമല്ല സംഭവം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഞാൻ പറഞ്ഞു, എനിക്കത് കാണുമൊന്നും വേണ്ട, എന്നെ നിങ്ങളത് ബോധിപ്പിക്കും വേണ്ട എന്നുള്ളത് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് നീ ഈ കാണിച്ചു കൊടുക്കുന്ന സ്ത്രീകൾക്കല്ലേ, ഒരു ഒറിജിനൽ കണ്ട് വളരുന്ന അവർക്ക് എന്തിനാണ് നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണുന്നത്? കള്ളഹിമാറെ നിങ്ങള്. എന്നിട്ടും അവർ പറഞ്ഞു, എന്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ സുഖം ആയതിനു ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ, അങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഉത്തരം കൊടുത്താൽ മതി. എങ്ങനെ, ഞാൻ ഇന്ന സർജറിയാണ്, ഇന്ന സ്ഥലത്താണ് കഴിഞ്ഞത്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എത്രയോ, ചിലപ്പോൾ ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം, പിന്നെ ബ്രസ്റ്റ് സർജറിയും ഡൗൺ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരും മിണ്ടാണ്ടിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് ഞാൻ എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ചേട്ടനോട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്,
എന്നിട്ടാണ് പിന്നെ വന്നിരുന്നത് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഈ ജാസി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പാത പിന്തുടരരുത്. ആർക്കെങ്കിലും സർജറി ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. പോയി മിണ്ടാതെ പോയി ചെയ്തിട്ട് മിണ്ടാതെ തിരിച്ചു വരും. അല്ലാതെ നമുക്ക് ആർക്കും കാണുമൊന്നും വേണ്ട. നിങ്ങൾ ഇടുമ്പോഴത്തേന് അവിടെ പൊങ്ങി നിൽക്കുന്നുണ്ടോ ഇവിടെ പൊങ്ങി നിൽക്കുന്നു എന്നുള്ള കാര്യം അത് വ്യക്തമായി മനസ്സിലാക്കുക. പറയുന്നത്. ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു മോക്ക് കാണണോ, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണണം എന്ന്. എന്റെ ഭഗവാനെ, നിങ്ങൾ ഞാൻ പറയട്ടെ, പടച്ച റബ്ബിനെ പറഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പടച്ച റബ്ബ് ഇത് കാണുന്നുണ്ട്. ആ പടച്ച റബ്ബ് ഇത് കാണുന്നുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു അല്ലേ കാണിച്ചു തരട്ടെ, ഞാൻ കാണിച്ചു. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് അതെന്തായാലും ഹെലൻ പറയുന്ന ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിക്കും. കാരണം ഈ വെച്ച് കെട്ടിയ കണ്ട സാധനങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് കണ്ട് ആസ്വദിക്കേണ്ട കാര്യം ഇല്ല. വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേറൊരു മണി ടീമിന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ അല്ല, അത് വേറെ വീഡിയോ വരും. മനസ്സിലായില്ലേ? എനിക്ക് ആ മണിയോടാണ് ഞാൻ പറയുന്നത്. ഈ കുണ്ടന് ഞാൻ ഉപയോഗിച്ചതിന്റെ അങ്ങേ അറ്റം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ലേ? ഓൺലൈൻ മീഡിയാസിലൊക്കെ വന്നിരുന്ന് പറയുമ്പം കുറച്ചൊക്കെ ആലോചിക്കണം നിങ്ങള്. അല്ല, അതൊക്കെ നമുക്ക് അതിൽ പറയാം. ഇതിൽ വേണ്ട. കാശ്, പണം, ദുഡ്, മണി മുഖ്യം. മണി മാത്രമല്ല എനിക്ക് മുഖ്യം. ഈ പറയുന്നത് പോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന 100ൽ 2 ആളെങ്കിലും ഇനി ഞാൻ പാട്ട ചേച്ചി ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ, കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണോ കാണിച്ചെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിൽ കൈവച്ചിട്ടാണ് പറയുന്നത്. എന്നോട് 1% പോലും ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അമ്മാതിരി തന്തയില്ലാത്തരം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്തായാലും ചോദിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഇനി ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഇവൻ പറയുന്നുണ്ട്, ഉമ്മ എന്നെ വിളിച്ചു ചോദിച്ചു എന്താ നമ്മുടെ മരിച്ചുപോയ വാപ്പയെ കുറിച്ചൊക്കെ പറയുന്നില്ലേ, അപ്പൊ ആ ഉമ്മയ്ക്കുണ്ടായ സങ്കടമെങ്കിലും നിനക്കൊന്ന് ഓർത്തുകൂടെ എന്നൊക്കെ യവൻ ജാസി പറയുന്നുണ്ട്. ആ ഒരു സംഭവം ഞാൻ ഇതിനകത്ത് ഇവൻ ആശിയുടെ ഉമ്മയ്ക്ക് പറയുന്ന ഒരു വോയിസ് ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കാം. അതിനു മുമ്പായിട്ട് ഇവന്റെ കൂടെ കല്യാണത്തിന് പങ്കെടുത്ത യവൻ തിരിച്ച് ട്രെയിനിൽ പോയപ്പോഴത്തേക്കിന് ചെറിയ കലാപരിപാടികൾ നടത്തി. ഒന്ന് നോക്കാം. അതായത് അതിന് വിധേയനായ വ്യക്തി അതിന്റെ റിവ്യൂ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പൊലാടി മക്കളെ കൊണ്ട് ജാസി നടക്കരുത്. എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് എനിക്കായിരിക്കും പറ്റുക, നാളെ വേറൊരുത്തൻ ഈ കാര്യം പറ്റും. എനിക്ക് ഇന്നലെ എറണാകുളത്ത് ഇങ്ങോട്ട് വന്ന ഒരു അനുഭവം പറ്റി. ട്രെയിനിൽ വെച്ച് പറ്റിയതാണ്. നമ്മുടെ ജാസിയൊക്കെ അറിയായിരിക്കും, വീഡിയോസ് ഇടുന്ന ജാസിയൊക്കെ അറിയായിരിക്കില്ല. അപ്പം അവന്റെ കൂടെ നടക്കുന്ന ഒരു ശിങ്കിടി ഉണ്ട്. നമ്മളെ പറഞ്ഞു വന്നതിനാൽ എനിക്ക് കറക്റ്റായിട്ട് അവനെ അറിയാം. എന്താണെന്ന് അങ്ങനെ വീഡിയോസ് ഇടുന്ന കണ്ടുണ്ട്, അങ്ങനെ അറിയുന്നുള്ള പരിചയമുണ്ട്. അപ്പം ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ട്രെയിൻ കയറിയത്. അപ്പൊ ട്രെയിൻ ഞങ്ങൾ എറണാകുളത്താണ് കയറിയത്. അപ്പം എന്റെ ഒരു ഇതില് ഇപ്പൊ വീഡിയോസ് ഇടുന്ന ഒരാളല്ല. അപ്പം എന്തായാലും നമ്മൾ ആരായാലും ചെന്ന് പരിചയപ്പെടും. അങ്ങനെ ഞാൻ ചെന്ന് പരിചയം, ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പരിചയപ്പെടുകയാണ്. അപ്പം എറണാകുളത്ത് എത്തുന്ന കുഴപ്പമില്ല എന്ന് എറണാകുളത്ത് കഴിഞ്ഞ ട്രെയിൻ എറണാകുളത്ത് നിന്ന് എടുത്തപ്പം ഇപ്പൊ വേറെ സ്ഥലത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. ഞാൻ കാര്യം എടുത്ത് തട്ടി മാറ്റി, കൈക്ക് തട്ടി മാറ്റി അപ്പനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇവൻ ഒത്തിരി നേരം കൊണ്ട് പിടുത്തം എവിടേക്കൊക്കെ ഇരുന്ന് പിടിക്കുന്നുണ്ട്. ഞാൻ അപ്പനെ കൈക്ക് തട്ടി മാറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വാതിക്കൽ ഈ ട്രെയിൻ പോകുന്നതിന്റെ വാതിക്കലാണ് ഇരിക്കുന്നത്. അപ്പം ഈ കഥവിന്റെ ആ വാതിക്കൽ ഇരിക്കും. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും ഞാൻ ചെയ്തു വെക്കാൻ അപ്പനെ നേരെ ട്രെയിനിൽ എടുത്തു വരാൻ ചാടി കഴിഞ്ഞാൽ നാളെ ഞാൻ കൊലക്കുറ്റത്തിന് അകത്ത് കൊണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് അന്നയില്ലാത്ത ഞാൻ ആലപ്പുഴ എത്തിയപ്പോൾ നല്ല രീതി പെരുമാറിയിട്ടുണ്ട്. നല്ല രീതി പെരുമാറിയിട്ടുണ്ട്. ചെള്ളക്ക് കൊടുത്ത് അവിടെ ഇട്ട് ചവിട്ടി അരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വായിലായിരുന്നു കൊടുക്കേണ്ടത്, ചെള്ളക്ക് കൊടുത്തിട്ട് എന്തോ ചെയ്യാനാ? ഇങ്ങനെ ട്രെയിനിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ കുറ്റത്തെ അകത്താവത്തോണ്ടാണ് ഞാൻ മാന്യമായിട്ടാണ് ഇവിടെ അടിച്ചത്. അപ്പം ഇവന്റെ കാര്യം പിന്നെ ജാസ്തി എടുത്തൊരു ബഹുമാനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിൽ നടക്കുന്ന വീഡിയോസ് ഇടുന്നു. അവരുടെ കാര്യത്തിൽ അവർ ഇതായിട്ട് നിൽക്കുന്നു. ഞാൻ അവരെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ ചെല്ലുന്നുമില്ല. ഈ ഇവനെ കൊണ്ട് ജാസ്തി ഞാൻ കാലി പിടിച്ച് പറയാം, വെറും തന്തയില്ലാത്തവരെ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ വീഡിയോസ് കാണുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പോയി പരിചയപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ അറിയുന്നത്. പിന്നെ അവൻ എന്റെ ഒത്തിരി കാര്യങ്ങൾ ഓഫർ ചെയ്ത് ഐഫോണ് ഗൾഫിൽ എന്തോ ജോലി സെറ്റ് ആയി തരാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് തന്തയില്ലാത്ത. അപ്പം എന്തായാലും ഈ ഞാൻ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും എന്റെ മനസ്സ് ഇതാക്കണില്ല. വീഡിയോ ഇട്ടൊക്കെ തുറന്നു പറഞ്ഞ് മനസ്സിലാക്കി ഇട്ടേക്കാണ്. അപ്പം സൂക്ഷിച്ചൊക്കെ ഇനി പോവാണ്. ബോയ്സ് ആയാലും സൂക്ഷിച്ചൊക്കെ ഇവ ഈ താഴെയൊക്കെ കാണുവാണെങ്കിൽ അടുത്തോട്ട് പോയി ഫാനാണെന്നൊന്നും പറയില്ല. അതിലെ കയറിയൊക്കെ പിടിച്ചു കളയും. മെൻസ് കമ്മീഷൻ വരേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു. രാഹുൽ ഈശ്വരൊക്കെ ഇതിന്റെ പുറകെ നടക്കുമ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം. കേരളം സേഫ് അല്ല, ഉടനെ കുടിയേറണം വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട്. ഇപ്പൊ ഇവ കാണിച്ചുണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ ഇവന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, ഈ എക്സ്പീരിയൻസ് ഇവന് മാത്രമല്ല വരുന്നത്. കണ്ടോ, അവരിങ്ങനെയാണ് പറയുമ്പോഴത്തേ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അടച്ചാക്ഷേപിച്ചായിരിക്കും പറഞ്ഞത്. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരങ്ങനെയാണ്, അവരിങ്ങനെയാണെന്ന്. എന്തിനു വേണ്ടിയിട്ടടാ?
എന്തിനു വേണ്ടിയിട്ട് ഈ പരിപാടികൾ കാണിക്കുന്നത്? നിനക്ക് അതുപോലെ ഒരു ത്വരയുണ്ട്, നിനക്ക് അതുപോലെ പിടിക്കണം, നിനക്ക് അതിനകത്ത് കടിക്കണം, നിനക്ക് അതിനകത്ത് വലിക്കണം, നിനക്ക് അതിനകത്ത് തൂക്കണം എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്ത് അവിടെ പോയി കടിച്ചു തൂങ്ങിയാൽ പോരെ? ഈ ട്രെയിനിൽ വെച്ച് കാണുന്ന അവന്റെ ഏത്തൊക്കെ എടുത്ത് അപ്പം തന്നെ കഴിക്കണം എന്നുള്ളൊരു ആവേശത്തിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എന്തു പ്രയോജനവും ഉണ്ടാവുന്നത്? ഈ അപ്പുറം നിൽക്കുന്ന തൽപര കക്ഷി അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഊമ്പിപ്പോത്തില്ലേ നീ? നാട് മൊത്തം നാണം കെടുവും ചെയ്യും, കൊലയെ കയറി പിടിച്ചെന്നുള്ള പേരുദോഷമാവും, ആ ഏത്തക്കയോട്ട് നിനക്ക് കിട്ടത്തുമില്ല. വല്ല കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ? വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അതുപോയിട്ട് തൽപര കക്ഷികളുടെ കൊലയിൽ പോയി ഞാൻ കിടക്കാനായിട്ട് ശ്രമിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് വരെ നാണക്കേട് ഉണ്ടാക്കുക. കാരണം നീ ഈ പറയുന്ന എല്ലാ വ്യക്തികളുടെയും കൂടെ നടക്കുന്നു, എടുക്കുന്നു, അവരുടെ മേക്കപ്പ്, ഡാൻസ്, മറ്റേത്, തൊലിച്ചത്, പറിച്ചത്, എല്ലാ പരിപാടിയും നീ കാണിക്കുന്നു അവരുടെ കൂടെ പോയി കിടന്ന്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കും കൂടെ കുറച്ച് ബാധകമാണ്. ചിലപ്പോൾ അതിനകത്ത് നല്ല രീതി പോകുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരെ കുറിച്ച് എന്തുമായിരിക്കും വിചാരിക്കുന്നത്? കണ്ടോ, അവൻ അവരുടെ കൂടെ നടക്കുന്നയാ, അതുപോലെ അവൻ്റെ കൂടെ നടക്കുന്നതല്ല, അവളുടെ കൂടെ നടക്കുന്നയാ, കണ്ടോ അവൻ്റെ സ്വഭാവം. എന്തിനു വേണ്ടിയിട്ട്? അവരെയും കൂടെ പേരുദോഷം ഉണ്ടാക്കാനായിട്ട്. സ്വന്തമായിട്ട് തൂറി വാരി തിന്നി, അതായിരിക്കും ഒരു നല്ല കാര്യം. അതേ എനിക്ക് ഒരു അവസരത്തിൽ നിന്നെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി ജാസിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ജാസിയുടെ മറ്റേ ഉമ്മപ്പാസോ അമ്മപ്പാസോ ഒക്കെ ഉണ്ടായിരുന്നില്ല. ആ ഉമ്മപ്പാസമായിട്ട് ബന്ധപ്പെട്ട ആദ്യം ഒരു ഉമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. അതിനുശേഷം ഇവൻ ആഷിയുടെ ഉമ്മയെ ഇതിനുശേഷം വാട്സപ്പ് കോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇനി അത് എന്ത് പ്രശ്നം വന്നാലും ഇത് നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അവരെ ഉമ്മയാ, അവരെ മോന്റെ കാര്യത്തിൽ ഒരു കൺസേൺ കാണില്ല. ആ പറയേണ്ട ഒരു കാര്യം മാത്രമായിട്ട് ഇത് കൂട്ടിയാൽ മതി. അല്ലാതെ ഇതിനെ വന്നിട്ട് ട്രോൾ ചെയ്യാനും ഉമ്മ എന്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരു കമ്മ്യൂണിറ്റി ഉള്ള വ്യക്തികളും വന്നിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവന്റെ കൂടെ ജീവിക്കണം. എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യം ഞാൻ വിടുകയല്ലത്. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനെ എന്റെ കയ്യിലെത്തണം, അതാണ് എന്റെ ലക്ഷ്യം. ഒന്നും വേണ്ട, എന്റെ കുട്ടി ഇങ്ങോട്ട് വന്നു കിട്ടിയാൽ മതി. എനിക്കൊന്നും അവന്റെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ, ജാതി എന്താണ്, മതം എന്താണ് നോക്കും, നമ്മുടെ കൊണ്ടിരിക്കും, ഞാൻ സ്വീകരിക്കും. അതെന്റെ മോന്റെ ഭാവിയാണ്, എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ്. ഏതായാലും കുഴപ്പമില്ല അല്ലേ? ഏത് മതമായാലും ഞാൻ എന്റെ കുടുംബത്തെ സ്വീകരിക്കും. പക്ഷെ ഇത് ആണും പെണ്ണും കെട്ടാണ്. ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ്. ഇതാരെ അംഗീകരിക്കുക? പൊതുവെ മുസ്ലിം മതത്തിനകത്തെ ഈ മതം ഏതായാലും ഞങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറയുന്ന ആൾക്കാർ വളരെ റയറാ, വളരെ കുറവാണ്. അതിനകത്ത് ഇതുപോലൊക്കെ പറയാനൊരു ഉമ്മ പറയുന്നു എന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അവന്റെ ഉമ്മ അംഗീകരിക്കും, പക്ഷെ ഞാൻ അംഗീകരിക്കില്ല. എനിക്കിപ്പോ 2 മക്കളെ 3 ഞാൻ വളർത്തി ഒരു വിധാക്കി, 2 കല്യാണം കഴിച്ചു. അതുപോലെ ഒരു പെണ്ണ് ഞാൻ അവർക്ക് നോക്കി കല്യാണം കഴിച്ചിട്ട് ഉറപ്പിച്ചു വെച്ചതാണ്. കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചതാണ്. അത് ഇവന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ ഇവൻ അത് പല വീഡിയോകളും ആ കുട്ടീനെ വിളിച്ച് പറഞ്ഞിട്ട് മുടക്കി. ജാസിയാണ് മുടക്കിയത്. അത് കൊള്ളാം. എന്തായാലും ജാസി മുടക്കും. കാരണം ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ അതിനകത്ത് വെക്കാം. അത് കണ്ടിട്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കും. ലവ് എത്ര വർഷം? ഇപ്പൊ ഞങ്ങള് ഇപ്പോ 8-9 വർഷത്തോളമായി. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് അനാവശ്യ ചോദ്യമല്ല. മാരേജ് മുമ്പ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? അത് എങ്ങനെ നടന്നത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ഇത് എപ്പോഴാണ് എന്റെ ഈ മാരേജ് ആയത്? എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണം. എത്ര വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 ഇയേഴ്സിന് മുമ്പായിട്ട്. നിങ്ങളുടെ ലവ് എത്ര വർഷം? ഇപ്പൊ ഞങ്ങള് ഇപ്പോ 8-9 വർഷത്തോളമായി. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ നിനക്കും ആശയുമായിട്ട് ലവ് ഉണ്ടെന്ന്? It was at this moment that he knew. He fucked up. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഡീസന്റ് ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാവൂ. ഞങ്ങൾ അപ്പൊ ആശി എന്താ പറഞ്ഞത്? ആ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് അതായത് ആയിരുന്നു. ഡിവോഴ്സിന് മുമ്പ് തൊട്ടേ റിലേഷൻഷിപ്പ് ഉണ്ട്. 7-9 വർഷമായിട്ട് ഈ ആശയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ഗ്യാപ്പ്, ഇത്ര ഡിവോഴ്സ്. ഇതിന്റെ കാൽക്കുലേഷനൊക്കെ എങ്ങനെ റെഡി ആവുന്നത്? അപ്പൊ നീ അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചത്? നീ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ എത്രത്തോളം ആൾക്കാർ ഇവൻ വീണ്ടും പറ്റിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ജാസിയുടെ ഉമ്മയ്ക്ക് 2 ആമക്കളെ കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ മാറ്റമൊന്നും വേറെ പറയാനെടുക്കാനൊന്നുമില്ല. ഇനി പറയുന്ന കോൾ റെക്കോർഡിംഗ് ഒന്ന് കിട്ടുമോ? നിങ്ങളെ കിബറോണ്ടും നിങ്ങളെ കുഞ്ചോണ്ടും തന്നെയാണോ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾക്ക് ഇങ്ങനെ നെരിക്കേണ്ടി വന്നത് മനസ്സിലായ? നീ നല്ലൊരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക്. മരിച്ചു പോകേണ്ട തടിയല്ലേ നിങ്ങളത് അല്ലേ? ഈ കിബറും കിന്നായും പറഞ്ഞിട്ട് നിങ്ങൾ 2ാമത്തെ മോളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക്. നിങ്ങൾക്ക് വലിയ ഈമാൻ ഇസ്ലാമായിട്ട് കാര്യങ്ങൾ നിസ്കരിച്ച പോലെ കാര്യമില്ല. ആദ്യം ആ മനുഷ്യൻ കുണ്ടൻ ഞാനല്ലേ, നിങ്ങൾ 2 വേറെ പിറ്റിട്ടില്ലേ? അവരെ പോകത്ത് പോയി വിളിക്കാം.
അതായത് കുണ്ടാന്ന് വിളിച്ചപ്പോഴത്തെ നിങ്ങൾ വേറെ രണ്ടെണ്ണം പെറ്റിട്ടിട്ടില്ല അവരെ പോയി വിളിക്കാനെന്ന്. അതായത് വളരെ വളരെ അധികം നല്ല രീതിയിൽ ഒരു ഉമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടിയാണ് ജാസി എന്ന് പറയുന്ന വ്യക്തി ആ ഉമ്മാന്റെ മരുമകൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2 മരുമകന്മാരും കൂടെ ചേർന്ന് നാട് നശിപ്പിക്കും, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ജാസിയെ പോലെ നാട്ടുകാരുടെ തെറിവിളി എല്ലാം കേൾക്കേണ്ടി വരുമോ എന്നൊരു പേരുദോഷം വരെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഇവനെയൊക്കെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാമെന്ന്.